ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? നന്നായി പഠിക്കണേ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് യൂണിറ്റ് 3ലേക്കാണ്. പേജസ് ഓഫ് വണ്ടർ. പേജസ് ഓഫ് വണ്ടർ, അത്ഭുതത്തിൻ്റെ താളുകൾ. ഇവിടെ ഒരു വാക്ക് കണ്ടോ? എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്. A book is a dream that you hold in your hand. ഇതിൻ്റെ അർത്ഥം എന്താ? പുസ്തകം ഒരു സ്വപ്നം പോലെയാണ്. അതിൽ കഥകളും ചിന്തകളും ഉണ്ടാകാം. നമ്മൾ പുതിയ പുതിയ പുസ്തകങ്ങളും പുതിയ കഥകളും വായിക്കുമ്പോൾ ഒരു പുതിയൊരു ലോകത്തേക്ക് പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും, അല്ലേ? നമുക്ക് ഈ കഥ നോക്കിയാലോ? ഒബ്സർവ് ദ പിക്ചർ ബിലോ. താഴെയുള്ള ചിത്രം ശ്രദ്ധിക്കുക. ഈ പിക്ചർ കണ്ടോ? ഇതെന്താ ഉള്ളത്? 3 കുട്ടികളും പുസ്തകം വായിക്കുന്നതായിട്ട് കാണാം. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? പുസ്തകം വായിക്കുകയാണ്. ഡു യു ലൈക്ക് റീഡിങ്? നിങ്ങൾക്ക് വായിക്കുന്നത് ഇഷ്ടമാണോ? ആണല്ലേ? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക്? നിങ്ങളുടെ പ്രിയപ്പെട്ട കഥപുസ്തകം ഏതാണ്? നിങ്ങൾ കുറേ ബുക്ക് വായിച്ചില്ലേ? അതിൽ ഇഷ്ടപ്പെട്ട കഥ ബുക്ക് ഏതാ? Draw and color your favorite character from the story book or cartoon. കഥ ബുക്കിൽ നിന്നോ കാർട്ടൂണിൽ നിന്നോ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാപാത്രത്തെ വരച്ച് നിറം കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ചെയ്യണേ. ഡിസ്കവർ ദ ജോയ് ഓഫ് റീഡിംഗ്. ഇറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ വേൾഡ്. വായനയുടെ ആനന്ദം കണ്ടെത്തൂ, അത് നിങ്ങളുടെ ലോകത്തെ മാറ്റിമറിക്കും. ദ കളർഫുൾ ട്രഷർ. വർണ്ണാഭമായ നിധി. ടിയേഴ്സ് ആൻഡ് ജോയ്. കണ്ണുനീരും സന്തോഷവും. ഇൻ എ ഫാർ അവേ വില്ലേജ് ചിൽഡ്രൻ നെവർ വെന്റ് ടു സ്കൂൾസ്. വളരെ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ കുട്ടികൾ ഒരിക്കലും സ്കൂളിൽ പോയിരുന്നില്ല. They always wandered here and there. അവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടന്നു. വാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു നടന്നു. They lived close to a garbage dump. അവർ ഒരു മാലിന്യ കൂമ്പാരത്തിനടുത്താണ് താമസിച്ചിരുന്നത്. Bright colors peeked out from the trash. ചവറ്റുകുട്ടയിൽ നിന്ന് തിളക്കമുള്ള നിറങ്ങൾ പുറത്തു വന്നു. Crumpled papers, shiny bottles and tattered clothes scattered everywhere. എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന പൊടിഞ്ഞ കടലാസുകൾ, തിളങ്ങുന്ന കുപ്പികൾ, കീറിയ വസ്ത്രങ്ങൾ. The children's laughter rang like bells amidst the garbage. കുട്ടികളുടെ ചിരി മാലിന്യ കൂമ്പാരത്തിനടിയിൽ ബെല്ലുകൾ അടിക്കുന്നത് പോലെ മുഴങ്ങി. But a sadness lingered in their hearts. പക്ഷേ അവരുടെ മനസ്സിൽ ഒരു ദുഃഖം തങ്ങി നിന്നു. ലിങ്കേർഡ് എന്ന് പറഞ്ഞാൽ തങ്ങി നിന്നു. ഈ പിക്ചർ കണ്ടോ? ഇതിൽ കാണാമല്ലേ, കുട്ടികളൊന്നും സ്കൂളിൽ പോയിരുന്നില്ല. അവരെവിടെയാ താമസിച്ചുകൊണ്ടിരുന്നത്? അവരൊരു മാലിന്യ കൂമ്പാരത്തിൻ്റെ അടുത്താണ്, അല്ലേ? They lived close to a garbage dump, അല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. Do all children get a chance to go to school? എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ അവസരം കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ എല്ലാവരും സ്കൂളിൽ പോവില്ലേ? എല്ലാവരും പോവും, അല്ലേ? But a sadness lingered their hearts. What could be the reason? പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഒരു ദുഃഖം തങ്ങി നിന്നു. എന്തായിരിക്കും കാരണം? സ്കൂളിൽ പോകാൻ പറ്റാത്തതായിരിക്കോ? എന്തായിരിക്കും? നോക്കാം. A thirst to read.
എ തേഴ്സ്റ്റ് ടു റീഡ്. വായിക്കാനുള്ള ഒരു ദാഹം. എവറി മോർണിംഗ് ദ ചിൽഡ്രൻ സോ അതർ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ബൈ ബസ്. എവറി മോർണിംഗ് ദ ചിൽഡ്രൻ സോ അതർ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ബൈ ബസ്. എല്ലാ ദിവസവും രാവിലെ മറ്റു കുട്ടികൾ ബസ്സിൽ സ്കൂളിൽ പോകുന്നത് ഈ കുട്ടികൾ കണ്ടു. They wore clean and ironed uniforms. They wore clean and ironed uniforms. അവർ വൃത്തിയുള്ളതും ഇസ്തിരിയിട്ടതുമായ യൂണിഫോം ധരിച്ചിരുന്നു. വോർ എന്ന് പറഞ്ഞാൽ ധരിച്ചിരുന്നു. ഓക്കെ. Some of them were reading books and they never cared for these poor children. Some of them were reading books and they never cared for these poor children. അവരിൽ ചിലർ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു. അവർ ഈ പാവപ്പെട്ട കുട്ടികളെ ഒരിക്കലും ഗൗനിച്ചില്ല. അല്ലേ? നെവർ കെയർഡ്. അവരൊരിക്കലും ഈ പാവപ്പെട്ട കുട്ടികളെ ഗൗനിച്ചില്ല. ദ ചിൽഡ്രൻ ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ദം. ദ ചിൽഡ്രൻ ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ദം. കുട്ടികൾ അവരെ കൗതുകത്തോടെ നോക്കി. They clutched the crumbled pieces of paper they got from the garbage. They clutched the crumbled pieces of paper they got from the garbage. അവർ ചപ്പ് ചവറുകളിൽ നിന്ന് കിട്ടിയ ചുരുണ്ട കടലാസ് കഷ്ണങ്ങൾ മുറുക്കെ പിടിച്ചു. Some of them imitated the other children reading. Some of them imitated the other children reading. അവരിൽ ചിലർ മറ്റു കുട്ടികളെ അനുകരിച്ചു വായിച്ചു. അവരെങ്ങനെയാ വായിക്കുന്നത്? അതുപോലെ അവരെ അനുകരിച്ച് വായിച്ചു. അവർക്ക് വായിക്കാൻ അറിയില്ല. അവരെങ്ങനെയാണ് വായിക്കുന്നത്? അതുപോലെ അവർ ഇമിറ്റേറ്റ് ചെയ്തു. ഇമിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അനുകരിക്കുക. ഓക്കെ. ഈ പിക്ചർ കണ്ടോ? സ്കൂൾ ബസ് പോകുന്നതായിട്ട് കാണാം. അവരിൽ കുറച്ച് പേര് പുസ്തകം വായിക്കുന്നത് കണ്ടോ? എപ്പോഴും സ്കൂൾ ബസ് പോകുമ്പോൾ ഇവരവരെ കാണും. പക്ഷെ അവരാരും ഇവരെ മൈൻഡ് ചെയ്തില്ല, ഗൗനിച്ചില്ല. അല്ലേ? They never cared for these poor children. പക്ഷേ ഈ കുട്ടികൾ അവരെ കൗതുകത്തോടെ നോക്കും. ഈ പിക്ചറിൽ കാണാമല്ലേ? അവരവരെ കൗതുകത്തോടെ നോക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Why did the children in the village look curiously at the children in the school bus? ഗ്രാമത്തിലെ കുട്ടികൾ സ്കൂൾ ബസ്സിലെ കുട്ടികളെ കൗതുകത്തോടെ നോക്കിയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? അവർ ഇതുവരെ സ്കൂളിലേക്ക് പോയില്ല. എങ്ങനെയാ പുസ്തകം വായിക്കുന്നേ എന്ന് അവർക്കറിയില്ല. അതുകൊണ്ടാണ് അവരെ കൗതുകത്തോടെ നോക്കിയത്. അടുത്ത പേജ് നോക്കിയാലോ. ദ ഹിഡൻ ട്രഷർ. ദ ഹിഡൻ ട്രഷർ. ഒളിഞ്ഞിരിക്കുന്ന നിധി. One day a woman came there. One day a woman came there. ഒരു ദിവസം ഒരു സ്ത്രീ അവിടെ വന്നു. She wore a red dupatta over a white kurta. She wore a red dupatta over a white kurta. ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ഷാള്. കുർത്ത എന്ന് വെച്ചാൽ ടോപ്പാണ്. ഓക്കെ. അവൾ വെളുത്ത ഡ്രസ്സിന് മുകളിൽ ചുവന്ന ഷാള് ധരിച്ചിരുന്നു. The children had never seen her before. The children had never seen her before. കുട്ടികൾ അവളെ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. They looked at her in wonder. They looked at her in wonder. അവർ അത്ഭുതത്തോടെ അവളെ നോക്കി. She smiled at the children. She smiled at the children. അവൾ കുട്ടികളെ നോക്കി ചിരിച്ചു. Can I sit here for a while? Can I sit here for a while? എനിക്കിവിടെ കുറച്ചു നേരം ഇരിക്കാമോ? Can I sit here for a while? She asked the children and sat on a broken plastic can. She asked the children and sat on a broken plastic can. അവൾ കുട്ടികളോട് ചോദിച്ച് ഒരു പൊട്ടിയ പ്ലാസ്റ്റിക് ക്യാനിൽ ഇരുന്നു. The children were confused and looked at each other. The children were confused and looked at each other. കുട്ടികൾ ആശയക്കുഴപ്പത്തിലായി പരസ്പരം നോക്കി. അവൾ പെട്ടെന്ന് വന്ന് അവിടെ ഇരുന്നതല്ലേ. അപ്പോൾ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയി, അല്ലേ? She opened her bag and took out something. She opened her bag and took out something.
അവൾ ബാഗ് തുറന്ന് എന്തോ എടുത്തു. ഈ പിക്ചർ കണ്ടോ? അവരെല്ലാവരും അവളെ അത്ഭുതത്തോടെ നോക്കുന്നതായിട്ട് കാണാം. അവൾ ആ ബാഗിൽ നിന്ന് എന്തോ എടുത്തു. എന്തായിരിക്കും എടുത്തത്? ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൂ മേ ബി ദ ലേഡി? ആരായിരിക്കും ആ സ്ത്രീ? ആരായിരിക്കും? വൈ ഡിഡ് ഷീ കം ദർ? വൈ ഡിഡ് ഷീ കം ദർ? എന്തിനാണ് അവൾ അവിടെ വന്നത്? എന്തിനായിരിക്കും? വാട്ട് മേ ബി ഇൻ ഹെർ ബാഗ്? അവരുടെ ബാഗിൽ എന്തായിരിക്കും? എന്തായിരിക്കും? ഇവർക്ക് എന്തെങ്കിലും കഴിക്കാനായിരിക്കോ? എന്തായിരിക്കും? ക്യാൻ യു ഗസ്? നിങ്ങൾക്ക് എന്താണെന്ന് ഊഹിക്കാൻ പറ്റുമോ? എന്തായിരിക്കും അവളുടെ ബാഗിൽ? നോക്കാം. വി ടു ഹാവ് നെയിംസ്. വി ടു ഹാവ് നെയിംസ്. നമുക്കും പേരുകളുണ്ട്. ദ ചിൽഡ്രൻ വെയർ ക്യൂരിയസ് ആൻഡ് ഇഞ്ചഡ് ക്ലോസർ. ദ ചിൽഡ്രൻ വെയർ ക്യൂരിയസ് ആൻഡ് ഇഞ്ചഡ് ക്ലോസർ. ആ കുട്ടികൾ ആകാംക്ഷയോടെ അടുത്തു ചെന്നു. They were eager to discover the treasures hidden in her bag. They were eager to discover the treasures hidden in her bag. അവളുടെ ബാഗിൽ ഒളിച്ചിരിക്കുന്ന നിധികൾ കണ്ടെത്താൻ അവർ ആകാംക്ഷയോടെ കാത്തിരുന്നു. The woman revealed a collection of vibrant books. The woman revealed a collection of vibrant books. ആ സ്ത്രീ വർണ്ണാഭമായ പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ വെളിപ്പെടുത്തി. Including deep blues, bright yellows and rich reds. അതിലെന്തൊക്കെയുണ്ടായിരുന്നു? Deep blues, bright yellows and rich reds. She smiled at them. She smiled at them. അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. Tell me your sweet names. Tell me your sweet names. നിങ്ങളുടെ മധുരമുള്ള പേരുകൾ പറയൂ. The children looked at each other. The children looked at each other. കുട്ടികൾ പരസ്പരം നോക്കി. Till then, nobody had asked for their names. Till then, nobody had asked for their names. അതുവരെ ആരും അവരുടെ പേരുകൾ ചോദിച്ചിരുന്നില്ല. മുത്തു, നിന്നു, താജു. Hesitantly, they uttered their names. Hesitantly, they uttered their names. മടിച്ച് മടിച്ച് അവർ അവരുടെ പേരുകൾ ഉച്ചരിച്ചു. uttered എന്ന് പറഞ്ഞാൽ ഉച്ചരിച്ചു. എന്തൊക്കെയാ അവരുടെ പേര്? മുത്തു, നിന്നു, താജു. They wanted to know her name. They wanted to know her name. അവർക്ക് അവളുടെ പേര് അറിയണമായിരുന്നു. Their eyes were asking for it. Their eyes were asking for it. അവരുടെ കണ്ണുകൾ അത് ചോദിച്ചുകൊണ്ടിരുന്നു. അവളുടെ പേരെന്തായിരിക്കും എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. Call me Didi, the woman said pleasantly. Call me Didi, the woman said pleasantly. എന്നെ ദീദി എന്ന് വിളിച്ചാൽ മതി എന്ന് ആ സ്ത്രീ സന്തോഷത്തോടെ പറഞ്ഞു. ഈ പിക്ചർ കണ്ടോ? അവരുടെ കയ്യിൽ ഓരോരോ പുസ്തകങ്ങൾ കൊടുത്തല്ലേ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഡു ദ ചിൽഡ്രൻ ലൈക്ക് ദീദീസ് പ്രസൻസ്? വൈ? കുട്ടികൾക്ക് ദീദിയുടെ സാന്നിധ്യം ഇഷ്ടമാണോ? എന്തുകൊണ്ട്? അവർക്ക് ഇഷ്ടമായിരിക്കോ? ഈ ദീദി അവർക്ക് ഇഷ്ടമായിരിക്കോ? ആയിരിക്കും അല്ലേ? അവരുടെ മുഖങ്ങൾ നോക്കിയേ, എല്ലാവരും ഹാപ്പിയാണ് അല്ലേ? അവർക്ക് പുസ്തകങ്ങൾ വായിക്കാൻ പഠിപ്പിക്കാനാണ് ദീദി വന്നത് അല്ലേ? ഇനി അവർ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കും അല്ലേ? ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.